നമസ്കാരം. തമിഴ്നാട്ടിൽ വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള DMKയുടെ ആഭ്യന്തര സർവേ പുറത്തു വന്നിരിക്കുകയാണ്. BJP വട്ടപൂജ്യമാകുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ഏപ്രിൽ 19 തമിഴ്നാട്ടിലും പുതുച്ചേരിയിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇരുചെവി അറിയാതെ DMK ഇത്തരത്തിലുള്ള ഒരു സർവേ നടത്തിയത്. DMKയിലെ പ്രമുഖർ ചേർന്നാണ് ഈ സർവേ തയ്യാറാക്കിയത്. 32 സീറ്റുകളിൽ DMK സഖ്യം വമ്പൻ വിജയം നേടും എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. 2019ലും DMK വിജയിച്ച സീറ്റുകൾ തന്നെയാണിത്. അതേസമയം 7 സീറ്റുകളിൽ AADMKയുമായി DMK സഖ്യം മത്സരം നേടുന്നുണ്ട്. ഇവയിലൊക്കെ ചെറിയ മാർജിനിലാണ് എങ്കിൽ പോലും തങ്ങൾ വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് DMKയുടെ ആഭ്യന്തര സർവേ പറയുന്നത്. മാത്രമല്ല, തേനി, തിരുനെൽവേലി, ട്രിച്ചി, പൊള്ളാച്ചി, രാമനാഥപുരം അടക്കമുള്ള 7 സീറ്റുകളിലാണ് AADMKയുമായി DMKയ്ക്ക് ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നത്. ഇവിടെയൊക്കെയും തങ്ങൾ വിജയിച്ച് കയറുമെന്നുള്ള ആത്മവിശ്വാസമാണ് DMKയുടെ ഈ സർവേയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതേസമയം ഏതാണ് ത്രില്ലർ പോരാട്ടം നടക്കുന്ന സീറ്റ് എന്ന കാര്യം DMK ഈ സർവേയിൽ വെളിപ്പെടുത്തുന്നില്ല. DMK സംസ്ഥാനത്തെ എല്ലാ സീറ്റും തൂത്തുവാരാൻ സാധ്യതയുണ്ട്, എന്നാൽ ഈ സീറ്റ് അതിനെ തടഞ്ഞേക്കാം എന്നുകൂടി സർവേ പറയുന്നുണ്ട്. കല്ലക്കുറിച്ചിയോ ധർമ്മപുരിയോ ആയിരിക്കും ഈ സീറ്റ് എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഇതിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. 80% പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമാണിത്. 69.72% തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനം. അതേസമയം സഖ്യ സാധ്യതകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കൂടിയാണ്, അതിന് വിജയ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കൂടിയാണ് DMK അനവസരത്തിൽ ഇങ്ങനെ ഒരു സർവേ നടത്തിയത്. കോയമ്പത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ പോരാട്ടമാണ് നടന്നതെന്നു കൂടി DMK പറഞ്ഞു വെക്കുന്നുണ്ട്. തേനിയിൽ TTV ദിനകരനാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അവിടെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നൈനാർ നാഗേന്ദ്രൻ തിരുനെൽവേലിയിലും രാമനാഥപുരത്തെ NDA സ്വതന്ത്രനായി O പനീർശെൽവവും എല്ലാം മത്സരിക്കുന്നുണ്ട്. ഈ സീറ്റുകളിലെ ഫലങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം എന്നുകൂടി പറയുന്നുണ്ട്. PMK നേതാവായ അൻപുമണി രാംദോസിന്റെ ഭാര്യ സൗമ്യ മത്സരിച്ച ധർമ്മപുരി കൈവിട്ടേക്കുമെന്നുള്ള ആശങ്കയുമുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗും ഇവിടെയാണ് രേഖപ്പെടുത്തിയത്. സാമുദായിക അടിസ്ഥാനത്തിൽ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് എന്നും ഇത് NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായേക്കാം എന്നുള്ള സൂചനകളുമാണ് DMK പങ്കുവയ്ക്കുന്നത്. എന്തായാലും DMKയുടെ ഈ സർവേ അത് BJPയുടെ തമിഴ്നാട് നേതൃത്വം ചിരിച്ചു തള്ളുകയാണ്. കാരണം 5 സീറ്റിലെങ്കിലും BJP കുറഞ്ഞത് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോയമ്പത്തൂർ അടക്കമുള്ള സീറ്റുകളിൽ BJP വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. രാഷ്ട്രീയ നിരീക്ഷകരും സൈക്കോളജിസ്റ്റുകളും ഉൾപ്പെടെയുള്ളവരും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത്. തമിഴകത്ത് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും, അവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മിക്ക ആളുകളും തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് വിലയിരുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ DMK പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു സർവേ അത് വെറുമൊരു പ്രഹസനമാണ് എന്നും തങ്ങളുടെ പരാജയ ഭീതി മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ സർവേ ഫലങ്ങൾ, പ്രത്യേകിച്ചും ആഭ്യന്തര സർവേയുടെ കൃത്യമായ ഫലങ്ങൾ DMK പുറത്തുവിട്ടത് എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.